ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇഴചേർന്ന ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യമാരുമായി നല്ല നിലയിൽ പെരുമാറണം എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തിന്റെ ആശയ സമർത്ഥനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. സന്തോഷകരമായ ദാമ്പത്യത്തിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഭർത്താവാണെന്നും അവൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും വളരെ വ്യക്തമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതമാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒറ്റ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഗുണമായിരുന്നു സദാസമയവും പുഞ്ചിരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണപ്പെട്ടിരുന്നത്. രണ്ടാമത്തതൊന്ന്, ഭാര്യമാരോടുകൂടെ കളിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തിന്റെ നേതാവ് ഭാര്യമാരുടെ കൂടെ ചേർന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യമാര് കളിപ്രായത്തിലുള്ള കൊച്ചുകുട്ടികളായതുകൊണ്ട് മാത്രമല്ല, ഇമാം ഗസാലി റഹ്മഹുല്ല ഇഹ്യയിലും അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയും ഇബ്നു കസീറും ഒക്കെ ഈ ഹദീസ് അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരം നടത്തിയിരുന്നു. നോക്കൂ നിങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി പറയാണ്, സാബഖനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബഖ്തുഹു വദാലിക ഖബല അൻ അഹ്മിര അൽ-ലഹ്മ ثم سابقته بعدما حملت اللحم فسبقني فقال هذه بتلك. റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ കൂടെ ഓടി മത്സരിച്ചു. അന്ന് ഞാൻ തടി കുറവായതുകൊണ്ട് ഞാൻ മുന്നിലെത്തി. പിന്നെ എനിക്ക് തടി അല്പം കൂടിയപ്പോൾ ഞങ്ങൾ പിന്നെയും ഓടി മത്സരിച്ചു. അപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹാദിഹി ബിതിൽക, ആയിഷ, ഇത് മറ്റേതിന് പകരാണ്. അന്ന് ഇജ്ജ് ജയിച്ചില്ലേ, ഇപ്പൊ ഞാനാ ജയിച്ചു കിട്ടോൻ. റസൂലുള്ളാഹി തങ്ങളെ കുടുംബജീവിതത്തിന്റെ മാധുര്യം എത്ര ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഭാര്യയുടെ കൂടെ കളിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ലാളിത്യം ഭാര്യയ്ക്ക് ബോധ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, തന്റെ നിലവാരം പോകുന്ന വിധത്തിലാവരുത് എന്ന് മാത്രം. ഹബീബായ തങ്ങള് ആയിഷ ബീവിയുടെ കൂടെ കളിച്ചത് കൊണ്ട് ഹബീബായ തങ്ങളുടെ നിലവാരത്തിന് ഒരു കുറച്ചിലും വന്നിട്ടില്ല. വരാത്ത രൂപത്തിൽ ഭർത്താവിന്റെ കൂടെ ഭാര്യയുടെ കൂടെ കളിക്കുക, അവളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ സന്തോഷകരായ നിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇത് നമ്മക്കൊന്ന് കളിച്ചു നോക്കിക്കൂടെ? ഏത് കളിയും നിങ്ങൾക്ക് കളിക്കാം. ശരീഅ ഹലാലാക്കി ഏത് കളിയും കളിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഒരു സ്ഥലത്ത് കാണാൻ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയും ഒന്നിച്ച് നീന്തി മത്സരിച്ചിരുന്നു. ഇതൊക്കെ ആരും കാണാത്തടത്താട്ടോ. ഗെയിം കളിക്കുകയോ അല്ലെങ്കിൽ മറ്റു കളികളിൽ ഏർപ്പെടുകയോ ചെയ്ത് ഭാര്യയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു ഘടക. ഇതിലേക്ക് ആകത്തുക എത്രേ ഉള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നിൽ ഒരാളാണ് എന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തലാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാട് പുലർത്തിയ മറ്റൊരു സംഗതിയാണ് ലോലമായ പെരുമാറ്റം. റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു കാർക്കശ്യ സ്വഭാവം ഒരിക്കലും കാണുമായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത്, 9 ഭാര്യമാരും ഒരു രാത്രി ഒരുമിച്ച് കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോവുക, ഇത് റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവമായിരുന്നു. കടുത്ത പ്രയോഗം ഒരിക്കലും ഭാര്യമാരോട് നടത്താറില്ലായിരുന്നു. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ക്ലാസ്സിനെ പറഞ്ഞത് കൊണ്ട് ഞാനത് ചുരുക്കുന്നു. മറ്റൊന്ന്, 4ാമത്തെ ഒന്നാണ് നന്നായി ഭക്ഷണം നൽകുക. റസൂലുള്ളാഹി തങ്ങൾ തന്റെ 9 ഭാര്യമാർക്കും ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം നൽകുന്നു. തൗസിഅത്തു ഫി റിസ്ഖ്, ആവശ്യമുള്ള ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക, ദുർവ്യയം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഭാര്യമാർക്കും കുടുംബങ്ങൾക്കും നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുന്ന ഭർത്താവ് അല്ലെങ്കിൽ എല്ലാ ദിവസവും വീട്ടിലുള്ള ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, അല്ലാണ്ട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, സ്പെഷ്യൽ എന്താ വേണ്ടത്, എനിക്ക് എന്താ വേണ്ടത് പറയൂ. ഭാര്യയോട് അങ്ങോട്ട് ചോദിക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ
കുട്ടികൾക്ക് തിന്നാൻ നിങ്ങൾ മിഠായി വാങ്ങി കയ്യിൽ പിടിക്കാറില്ലേ? ആ കൂട്ടത്തിൽ 2 മക്കളുണ്ടെങ്കിൽ നിങ്ങൾ 2 വാങ്ങിയാൽ പോരാ, 3 വാങ്ങണം. ഒന്ന് നിങ്ങളുടെ കീശയിൽ നിങ്ങൾ കരുതി വെക്കണം, നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി. നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് വന്ന് മക്കൾക്ക് കൊടുക്കുമ്പോൾ സ്വകാര്യമായി ആരും കാണാതെ നിങ്ങൾ അരയിൽ ഒളിപ്പിച്ച ആ മിഠായി നിങ്ങളെ ഭാര്യയ്ക്ക് മുന്ന് കൊടുത്താൽ ആ ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം ആ മിഠായിയിൽ നിന്ന് നിങ്ങളിലേക്ക് പകരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹം കൊടുത്താൽ കിട്ടുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ എന്താ വേണ്ടത്? തക്കാളി വേണം, ഉള്ളി വേണം, പഞ്ചസാര വേണം. അവളോട് പറയാം, അതൊക്കെ വേണം, അതൊക്കെ ഞാൻ കൊണ്ടുവരാം. അതിൻ്റെയൊക്കെ അപ്പുറം നിനക്ക് സെപ്പറേറ്റ് എന്ത് വേണം, നിനക്ക് ഇഷ്ടമുള്ള എന്താ ഞാൻ കൊണ്ടുവരേണ്ടത്? ഭാര്യയോട് പറയണം, നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സംഗതി എന്നോട് പറയണം, അത് ഞാൻ കൊണ്ടുവരാം. 2 ദിവസം ഇരുന്ന് പരീക്ഷിച്ചു നോക്കൂ. എത്ര കടുത്ത മനസ്സുള്ള പെണ്ണാണെങ്കിലും ആ പെണ്ണിന്റെ മനസ്സ് കൂടെ വരും, നിങ്ങളെ കൂടെ വരും. നിങ്ങളെ ഹൃദയം നിങ്ങളെ കൂടെയുള്ളത് പോലെ നിങ്ങളെ ഇണയും നിങ്ങളെ കൂടെ വരും. നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? നമ്മൾ പലതും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് ആ പെണ്ണിന് തോന്നിയാൽ പിന്നെ ആ ദാമ്പത്യത്തിൽ ഒരിക്കലും കയ്പ് നീര് കുടിക്കേണ്ടി വരില്ല. ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്, നല്ല ഭക്ഷണം നൽകുക. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കരുതി വെക്കുക. 2 ആഴ്ച നിങ്ങൾ ഇത് തുടർന്നാൽ, 2 ദിവസം ഇത് ചെയ്താൽ നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളോട് അതിരില്ലാത്ത എന്തെന്നില്ലാത്ത സ്നേഹമുണ്ടാകും. നിങ്ങൾക്കറിയില്ല, കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് വന്ന അന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് എത്ര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു പോയില്ലേ? എന്താണത് കാരണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ ഭർത്താവ് എനിക്ക് സ്നേഹം തരുന്നില്ലെന്ന തോന്നലിൽ നിന്നാണ് നിങ്ങളെ ഭാര്യ അകന്നു പോയത്. എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹം തരുന്നില്ലെന്ന തോന്നലിൽ നിന്നാണ് ഭർത്താവ് അകന്നു പോയത്. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാൻ ഭാര്യമാർ എന്ത് ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഭർത്താക്കന്മാരോടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഭാര്യയുടെ സ്നേഹം തിരിച്ചു കിട്ടാൻ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അനിർവചനീയമായ ഒരു സ്നേഹത്തെ ഇണകളാകുന്ന നിങ്ങൾക്കിടയിൽ സംവിധാനിച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുന്നു. ആ സ്നേഹം എവിടെയോ പോയില്ലേ? അത് തിരിച്ചു കിട്ടാൻ ഈ ചെറിയ ചിലവ് കുറഞ്ഞ പൊടിക്കൈകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മറക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് ഇതിൽ തൗഫീക്ക് നൽകട്ടെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് സ്വീകരിച്ചിരുന്ന മറ്റൊരു സമീപനമായിരുന്നു ഭാര്യമാരെ ചിരിപ്പിക്കുക. ആ ഭീകരമായ മുഖത്തോടുകൂടെ രാജകീയ പ്രൗഢിയിൽ പൂമുഖത്ത് വന്നിരിക്കുന്ന ഭർത്താവിനെയല്ല ഭാര്യ കാണേണ്ടത്. തമാശ പറഞ്ഞൊന്ന് ചിരിപ്പിക്കുക, ഇടയ്ക്ക് ശരീരത്തിൽ നിന്ന് സ്പർശിച്ച് ചിക്കിളിപ്പടിക്കൊന്ന് ചിരിപ്പിക്കുക. ആ ചിരിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന സ്നേഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇടയ്ക്ക് അവരെ ഒന്ന് ചിരിപ്പിക്കുക. അത് അള്ളാന്റെ ഹബീബ് ചെയ്തിരുന്നു എന്ന് ഹദീസിലുള്ളതാണ്. അറബി വാചകം ഞാൻ ഉദ്ധരിക്കാറുണ്ട് സമയദൈർഘ്യം ഭയന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയല്ലോ, എന്റെ വകയായി ഒരു അക്ഷരം പോലും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ഖുർആൻ ആയത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, ഭാര്യമാരെ റസൂലുള്ളാഹി തങ്ങൾ ചിരിപ്പിക്കും, ഹബീബായ തങ്ങളും കൂടെ ചിരിക്കും, പരിധി വിട്ട് പൊട്ടിച്ചിരിക്കാറില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഭാര്യമാരെ സന്തോഷിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. നിങ്ങൾ ആരെങ്കിലും ജയിപ്പിക്കലുണ്ടോ നിങ്ങളുടെ ഭാര്യമാരെ? എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന് ആ രാജകീയ പ്രൗഢിയോടുകൂടെ നിങ്ങൾ മണിയറയിൽ വന്നിരിക്കുക എന്നല്ലാതെ ഭാര്യന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്ത് അവളെ ഒന്ന് ചിരിപ്പിച്ചാൽ എന്തൊരു സന്തോഷമുണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ എന്ത് ഇഷ്ടമാണെന്ന് ഒരു ഭാര്യ പറഞ്ഞ സംഭവം ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. അവൾ പറയാറുണ്ടത്രേ, മെല്ലെ ആ പെണ്ണിന്റെ ശരീരം, ആ പെണ്ണ് ആ ഭർത്താവിന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ട് ഇക്കിളിപ്പെടുത്തിയിട്ട് അയാളെ ചിരിപ്പിക്കും. അപ്പൊ അയാൾ ചോദിച്ചു അത്രേ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്നത്? അപ്പൊ ആ പെണ്ണ് പറയാണ്, നിങ്ങൾ ചിരിക്കുന്നത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് നിങ്ങളെ ഭാര്യമാര് പറയാറില്ലേ? നിങ്ങൾ ചിരിക്കുന്നത് കാണുന്നത് നിങ്ങളെ ഭാര്യമാർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഭാര്യമാര് ചിരിക്കുന്നത് കാണാൻ നിങ്ങൾക്കും ഇഷ്ടമാകണം. അപ്പോഴേ നിങ്ങളൊരു ഭർത്താവാകും. ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടെ മാത്രമേ നിങ്ങളെ കാണാവൂ എന്ന് നിങ്ങൾക്ക് സാധ്യമുണ്ടോ? നിങ്ങളൊരു ഭർത്താവായിട്ടില്ല, ഒരു കുടുംബനാഥൻ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങാടിയിൽ പോയി ചരക്ക് വാങ്ങിക്കൊണ്ടുവരാനും ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് കൊടുക്കാനും മാത്രമേ നിങ്ങൾക്കറിയൂ. ഇതിലപ്പുറം
നിങ്ങളുടെ ഭാര്യയുമായി ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളൊന്ന് ചിരിപ്പിക്കണം. നിങ്ങൾ ആരും ചോദിക്കരുത് ഇതൊക്കെ നിങ്ങൾ പറയാനല്ലാതെ ഇതൊക്കെ സാധിക്കും. തീർത്തും സാധിക്കും. എന്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒന്ന് എന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയില്ല. തീർച്ചയായും എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് സാധിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ അതൊക്കെ സാധിപ്പിച്ചിട്ടുമുണ്ട്. അതേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. എന്നല്ലാതെ സാധിക്കാത്തൊരു സംഗതി നിങ്ങളോട് പ്രഭാഷണം നടത്തേണ്ട ഒരു ആവശ്യമേ എനിക്കില്ല. എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നത് പോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളും അനുഭവിക്കണം. അതിന് ഏറ്റവും നല്ല മാതൃക ലോകത്തിന്റെ നേതാവായ നമ്മുടെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ തുടർച്ച നാളെ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.